വിദ്യാഭ്യാസ മന്ത്രിക്ക് മുൻകൂറായി അഭിനന്ദനം അർപ്പിക്കുകയാണ് മുൻ BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഒപ്പം PM ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള വിവാദങ്ങൾക്കും അദ്ദേഹം തിരികൊളുത്തുകയാണ്. UDF LDF ഡീലിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന് PM ശ്രീയെക്കുറിച്ച് പറയാനുള്ളതും LDF UDF സർക്കാരുകളെക്കുറിച്ച് പറയാനുള്ളതെന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. കേരളത്തോടൊപ്പം സത്യപ്രതിജ്ഞ സംസ്ഥാനമാണ് ബംഗാൾ. ബംഗാളിൽ സൗജന്യ യാത്ര യാഥാർത്ഥ്യമായിരിക്കുന്നു. ബംഗാളിൽ മമതാ സർക്കാർ തടഞ്ഞുവെച്ച PM ആവാസ് യോജനയിൽ ഒപ്പിട്ടിരിക്കുന്നു. ബംഗാളിൽ PM അർബൻ ആവാസ് യോജനയിൽ ഒപ്പിട്ടിരിക്കുന്നു. ബംഗാളിൽ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാം അവരുടെ അക്കൗണ്ടിൽ വരാൻ തുടങ്ങി. നിങ്ങൾ പരിശോധിക്കും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം എന്തെല്ലാം വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്രയായിരുന്നു ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ പോയി VD സതീശൻ പറഞ്ഞത്? എത്രയാ കൊടുത്തത്? ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ പോയി VD സതീശൻ അവർക്ക് നൽകിയ വാഗ്ദാനം എത്രയായിരുന്നു? ഇവിടെ എത്ര കൊടുത്തത്? ഇവിടെ ഏത് വാഗ്ദാനം പാലിക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്? ഒരു വാഗ്ദാനവും പാലിക്കാൻ സർക്കാർ തയ്യാറില്ല. ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകളാണ് ആദ്യ മാസത്തിൽ പുറത്തു വരുന്നത്. ഇതിനെതിരായിട്ട് പ്രതിപക്ഷം ഒരക്ഷരം ഇട്ടുന്നില്ല. G. സുധാകരൻ പറഞ്ഞതാണ് ശരി. ഒരു കരഞ്ഞ പടക്കം പോലെ ഇരിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ്, മൗനിയായിട്ടിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഒരു നടപടിയുമില്ല. തെലങ്കാനയിലെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ വായ തുറന്ന ഒരക്ഷരം ശ്രദ്ധിക്കാൻ തയ്യാറാവുന്നില്ല. എന്താ കാരണം? ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ആണ്. കേസുകൾ ഒത്തുതീർപ്പാക്കി പരസ്പരം രക്ഷപ്പെടുന്ന രീതിയാണ് കഴിഞ്ഞ ഇത്രയും ദശകങ്ങളായി കേരളത്തിൽ നടക്കുന്നത്. അത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ തെളിവാണിത്. ഭാഗ്യവശാൽ 3 BJP MLA-മാർ കേരള നിയമസഭയിൽ ഉള്ളത് കൊണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ പോവില്ല എന്നുള്ളത് മാത്രമേ പറയാൻ സാധിക്കൂ. ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ പോകുന്നു. ഇന്ത്യ മുന്നണി ഇവിടെ ഫലത്തിൽ യാഥാർത്ഥ്യമായിരിക്കും. പരസ്പരം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭരണകക്ഷിയും പ്രതിപക്ഷമായിരിക്കുന്നവർ ഡൽഹിയിൽ കാണിക്കുന്ന നാടകങ്ങൾ ഇന്നലെ കണ്ടല്ലോ. ഡീലാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. BJP-യും CPM-ഉം തമ്മിൽ ഡീൽ. യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്ന പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ എന്ത് ഡീൽ ഉണ്ടാക്കിയെന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കണം. എന്താ വിശദീകരിച്ചത്? എന്നിട്ട് കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കുക. നാണം കെട്ട ഭരണകക്ഷിയും അതിലേറെ നാണം കെട്ട പ്രതിപക്ഷവുമാണ് കേരളത്തിൽ. അതുകൊണ്ട് ഇതിനെതിരായിട്ട് ജനങ്ങളുടെ പ്രതിപക്ഷമായി BJP പ്രവർത്തിക്കും, NDA പ്രവർത്തിക്കും. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് ജനകീയ പ്രതിരോധം, പ്രതിഷേധം, ജനകീയ സമരങ്ങൾ ഇതെല്ലാം ആസൂത്രണം ചെയ്യാനാണ് പാർട്ടിയും NDA-യും ആലോചിക്കുന്നത്. PM ശ്രീ പദ്ധതി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള പരിഷ്കരണമാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ആ പദ്ധതി മുടക്കുക വഴി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി, കഴിഞ്ഞ 4 വർഷം അവർക്ക് നൈപുണ്യ വികസനത്തിന്, കലാ സാംസ്കാരിക രംഗത്തെ പ്രോത്സാഹനത്തിന്, കായിക രംഗത്തെ മികവിന്, പുതിയ അറിവുകൾ നേടാനുള്ള, പഠിക്കാനുള്ള അവസരത്തിന്, മത്സര പരീക്ഷകളിൽ മറ്റുള്ളവരോടൊപ്പം ഏറ്റുമുട്ടാനുള്ള, മത്സരിക്കാനുള്ള അവസരത്തിന് എല്ലാം തടസ്സം നിൽക്കുന്ന സമീപനമാണ് കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചത്. കഴിഞ്ഞ സർക്കാർ അത് സ്വീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം UDF-നകത്തുള്ള മുസ്ലിം ലീഗിലെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അടക്കം സമ്മർദ്ദമായിരുന്നു. കാരണം ഇവിടെ എപ്പോഴും അങ്ങനെയാണല്ലോ, മതമൗലികവാദ സംഘടനകൾ സമ്മർദ്ദത്തിലാക്കിയാൽ ഏത് പരിഷ്കാരവും വേണ്ടെന്ന് വെക്കുന്ന സംസ്ഥാനമാണ് കേരളം.
പക്ഷെ അവർ ഭരിക്കുന്ന സംസ്ഥാനം കോൺഗ്രസ് രാജസ്ഥാൻ ഭരിച്ചപ്പോ അവിടെ PM ശ്രീ ഒപ്പിട്ടു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ PM ശ്രീ നടപ്പാക്കുന്നു. പക്ഷെ കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ കാലത്ത് അതിനെതിരായ ശക്തമായ നിലപാടെടുത്തു. LDF ഗവൺമെന്റ് അവിടെ പോയി ആരും അറിയാതെ ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ട് അവിടെ പോയി ഒപ്പിട്ടു. പ്രശ്നം ഇവിടെ വലിയ വാർത്തയായപ്പോ കുറച്ചു കാലത്തേക്ക് മാറ്റിവെച്ചു. ഞങ്ങൾ അന്നേ പറഞ്ഞു PM ശ്രീ നടപ്പാക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കിയതിന് LDF-ഉം UDF-ഉം വിദ്യാർത്ഥി സമൂഹത്തോടും രക്ഷിതാക്കളോടും മാപ്പ് പറയേണ്ടതാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ PM ശ്രീ നടപ്പാക്കേണ്ടി വരും. ഞാനൊരു അഡ്വാൻസ് ആശംസ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീന് നൽകുകയാണ്. എന്തിനായി ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? സത്യം എന്താ പറഞ്ഞൂടെ? PM ശ്രീയിൽ എന്താ കുഴപ്പം? ഇപ്പൊ ഒരു സമിതിയെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വെറും അടവ് നയങ്ങളാണ്, മുടന്തൻ ന്യായങ്ങളാണ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും CPI-യും അടക്കമുള്ള പാർട്ടികൾ ചേർന്ന് ബഹളം വെച്ചപ്പോൾ കേരളത്തിലെ മുഖ്യധാര പാർട്ടികളെല്ലാം അതിൽ മുങ്ങിപ്പോയി. സത്യം കേരളത്തിലെ 700ഓളം സ്കൂളുകൾക്ക് ആദ്യഘട്ടത്തിൽ ഒരുപാട് അവസരങ്ങളാണ് നഷ്ടമായത്. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളുടെ നവീകരണത്തിന് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ അവർക്ക് പഠിക്കാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെല്ലാം ഓരോ സ്കൂളിനും അധികമായി 1 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ഇനത്തിൽ മാത്രം നൽകുന്നത്. മറ്റടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം അതിന്റെ തുടർ ചെലവുകളൊക്കെ ഏത് സ്കൂളിലും മെച്ചപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം കളഞ്ഞു പൊളിച്ചതിന് ഈ വിനാശകരമായ രാഷ്ട്രീയം കളിച്ച ദേശവിരുദ്ധ നിലപാടുള്ള ഈ പാർട്ടികൾക്കെതിരായി അവർ ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ തന്നെ. ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഫണ്ട് കിട്ടുന്നത് നല്ല കാര്യം, 1 കോടി രൂപ വെച്ചിട്ട്. പക്ഷേ ഈ SSK ഫണ്ട് അതൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാത്തവര് എന്തിനാ കാശ് വാങ്ങിയിട്ട് ഇവിടെ കുട്ടടിക്കാൻ? എല്ലാവരും നടക്കും. രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു വളരെ പുരോഗമനപരമായ ഒരു സ്കീം കൊണ്ടുവരുമ്പോ അത് നടപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാനങ്ങൾക്കുണ്ട്. താങ്കൾ പറയുന്നത് പോലെയല്ല, കൺകറന്റ് ലിസ്റ്റിലാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇവർക്ക് മാത്രം എഴുതിയിട്ടാക്കാൻ പറ്റുന്നതല്ല. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. തർക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയാവാം. പക്ഷെ അടിസ്ഥാനപരമായ ഒരു നിലപാട് വന്നാൽ, കേന്ദ്ര നിയമം വന്നാൽ, ആ നിയമം തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കാം. അതൊക്കെ ഈ അല്ലല്ല, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം അർബൻ നക്സലുകളുടെയും ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രചാരണമാണ്. അത് നിങ്ങൾ തന്നെ ഏറ്റുപിടിക്കുന്നത്. അതിന് ഒപ്പിട്ട് കൊടുത്താൽ പോരെ, നടപ്പാക്കി പോരെ. സാർ, നിങ്ങൾ PM ശ്രീ വായിച്ചു നോക്കിയിട്ടേ ഇല്ല. അതായത് PM ശ്രീ എന്ന് പറയുന്നത് താങ്കൾ മാത്രം പ്രസംഗിക്കാനല്ലല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ കേൾക്ക്. PM ശ്രീ എന്ന് പറഞ്ഞാല് പ്രീ പ്രൈമറി സ്കൂളുകളെയും പ്രാഥമിക വിദ്യാലയങ്ങളെയും അപ്പർ പ്രൈമറി സ്കൂളുകളെയും ഹയർ സെക്കൻഡറി സ്കൂളുകളെയും സംയോജിപ്പിച്ചിട്ടുണ്ട്. അതായത് കുട്ടികൾ അംഗൻവാടിയിലും നഴ്സറി ക്ലാസ്സിലും പ്ലേ ക്ലാസ്സിലും പോവാൻ തുടങ്ങുന്ന കാലം മുതൽ അവരെല്ലാം സംയോജിപ്പിച്ച് അവർക്ക് മികച്ച പോഷകാഹാരം ഇപ്പോ കൊടുക്കുന്ന പോലെ കഞ്ഞിയും പയറും മാത്രമല്ല. നിങ്ങൾ PM ശ്രീ നടപ്പാക്കിയ സ്കൂളുകൾ മാഹി ഉസ്മാൻ സ്കൂളിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കണം. കുട്ടികൾക്ക് സമീകൃതമായിട്ടുള്ള പോഷകാഹാരം എല്ലാവിധത്തിലും കുട്ടികളുടെ വളർച്ചയ്ക്ക്, ശാരീരികവും മാനസികവും കായികപരവും ആസ്വാദനപരവുമായിട്ടുള്ള എല്ലാ വളർച്ചയ്ക്കും അനുയോജ്യമായിട്ടുള്ള വളരെ സമീകൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതുകൊണ്ട് സർവശിക്ഷാ അഭിയാന്റെ പണവും ഇതിന് ലഭിക്കുന്ന പണവും എല്ലാം ബന്ധപ്പെട്ടതാണ്. ഞാൻ അടിസ്ഥാനപരമായ ഒരു പോയിന്റ് പറഞ്ഞു, ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. കൺകറന്റ് ലിസ്റ്റിലുള്ളതാവുമ്പോൾ സംസ്ഥാനത്തിന് മാത്രം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഏകപക്ഷീയമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കർണാടക അത് ഒപ്പുവെച്ചത്, നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ ഒരു മടിയുമില്ലത് ആ കാലത്ത് അത് ഒപ്പുവെച്ചത്, നടപ്പാക്കിയത്. കേരളം മാത്രം എന്തോ ഇത് കേരളമാണ്, ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന നിലയല്ല ഇപ്പോഴുള്ളത്. പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇതൊക്കെ നടക്കുമായിരുന്നു. മോദി ഭരിക്കുമ്പോൾ ഇത് നടക്കില്ല. നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് അവതാളത്തിലായത്. അതിനവർ മാപ്പ് പറയുക തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ സമർപ്പിച്ചിരിക്കുകയാണ്. അതിപ്പോ എന്തായാലും വരുമല്ലോ. നിയമത്തിന് വഴിക്ക് പോവുകയാണെങ്കിൽ വരാതിരിക്കാൻ പറ്റും. എന്താ നിങ്ങൾ ചോദിക്കില്ലേ, റെയ്ഡൊക്കെ കഴിഞ്ഞിട്ട് എന്തായി? അത് അടുത്ത ചോദ്യം അതായിരിക്കില്ലേ? അല്ല, റെയ്ഡൊക്കെ നടന്നല്ലോ വലിയ കാര്യത്തിൽ. റെയ്ഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിശോധന കഴിഞ്ഞാൽ സമൻസ് അയക്കും, ചോദ്യം ചെയ്യും.
അതൊക്കെ ഓരോ കേസിനെയും സംബന്ധിച്ചുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ. അതിലെനിക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഇന്നലെ വലിയ രീതിയിൽ IAS തലപ്പത്ത് അഴിച്ചുപണി നടന്നു. അതിന് പിന്നാലെ CPM അടക്കം ഉന്നയിക്കുന്ന ആരോപണം BJP കോൺഗ്രസ് മുന്നിലാണ് പല വകുപ്പുകളും കാണിക്കുന്നത്. IAS-കാരൊക്കെ വീഴ്ചയാണ്. അല്ല, എന്തിനു പേരിലാണ് ഈ ഡീൽ? അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. അതിലടക്കം SFI വലിയ രീതിയിലുള്ള ആരോപണം ചെയ്യുന്നു. BJP പറ്റുന്നെന്ന് പറയുന്നത് SFI പറയുന്നത് ഭരിക്കാനാണ് അവർക്ക് എന്താ കാര്യമുള്ളത് കേരളത്തിൽ? അവരാരാണ്? SFI എന്ന് പറഞ്ഞാൽ എന്താ വലിയ ആനയാണെന്നാണ് അവര് പറയുന്നത് കേട്ടിട്ടാണ് ബാക്കി സർക്കാർ ഭരിക്കുന്നത്. BJP ആയിട്ട് അതിനെന്താണ് ബന്ധം? IAS ഉദ്യോഗസ്ഥന്മാരെയും IPS ഉദ്യോഗസ്ഥന്മാരും അവർ കേന്ദ്ര കേഡറിലുള്ള സർവീസിലുള്ളവരാണെന്ന് വിചാരിച്ചിട്ട് BJP ആയിട്ട് എന്താണ് ബന്ധം? BJP ആയിട്ടൊന്നും ഒരു ബന്ധവുമില്ല. എന്തിനായിരുന്നു പിണറായി വിജയൻ അത്തരം ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കിയതെന്ന് പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് നിലപാട് പറയേണ്ട ആവശ്യം. ഡീൽ യഥാർത്ഥത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ്. അതുകൊണ്ടാണ് SFI കേസിൽ ഒരു അക്ഷരം VD സതീശൻ സാറ് മിണ്ടുന്നില്ലല്ലോ. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ? SFI കേസിൽ ഡീലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നാലെ നടന്നതല്ലേ VD സതീശൻ? എത്ര പത്രസമ്മേളനം ഈ തിരുവനന്തപുരത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തില്ല. എന്തായി SFI എന്തായ കാര്യമാണ് എന്ന് ചോദിച്ചു നടന്ന VD സതീശൻ ഈ കരിമണൽ കേസിന്റെ അന്വേഷണം ശരിയായ നിലയിൽ പോകുന്നു പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് മൗനവ്രതത്തില്ല. അതന്നെ ഇപ്പൊ നടക്കുന്നു. ഈ മനുഷ്യൻ പ്രതിപക്ഷ നേതാവ് ആയത് തന്നെ VD മുഖ്യമന്ത്രിയാകുന്ന ഉറപ്പായതിനു ശേഷമാണ്. ആ ഡീലിനെ പറ്റി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഡീലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടാവും. ഓക്കെ, താങ്ക് യു. കർമ്മ ന്യൂസും നിങ്ങളെ രണ്ട് പത്രക്കാരെഴുതുന്നുണ്ട്. എന്ത് കഥയാണ് പത്രക്കാരെഴുതുന്നത് കണ്ടിട്ടാണോ കാര്യങ്ങൾ വിളിക്കുന്നത്? കേന്ദ്രമന്ത്രി പൊതുസംഘടന ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു? എന്ത് സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചോദ്യങ്ങൾ വാർത്തകൾ വരുന്നത്? ഞാൻ ഒരാളെ കുറിച്ച് പറയുന്നത്. എന്താണ് ഈ പത്രക്കാരെഴുതുന്നത്? ഇന്നലെ നിങ്ങൾ അവിടെ എന്താണ് കാണിച്ചത്? ആ മഹാനടന്റെ മരണത്തോടെ എന്തൊരു മര്യാദയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? ഒരു മഹാനടൻ മരിച്ചു കിടക്കുമ്പോൾ അല്പം മനുഷ്യരെ കാണിക്കുന്നത്. അതുപോലെ എന്തും എഴുതാം, എന്തും കാണിക്കാം. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ ഞങ്ങളൊരു കല്യാണത്തിൽ പോകും. എന്തൊക്കെ പിന്നാലെ നടന്ന് ഒരു ചായ കുടിക്കാൻ പോകുന്നിടത്ത് വർത്തമാനം പറഞ്ഞതുപോലെ എന്ത് മര്യാദയാണ്. നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യമില്ല. അതായത് അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തി. കേന്ദ്രൻ സാറിനോട് ഒരു ചെറിയ ചോദ്യം. നീറ്റ് പരീക്ഷ, CBSE പരീക്ഷകളിലൊക്കെ നടന്ന അഴിമതി അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ആ ഒരു വെട്ടിപ്പും കൃത്രിമവും എന്ത് പറയാനുണ്ട് താങ്കളുടെ കേന്ദ്ര സർക്കാരിന്? ഏതെങ്കിലും മന്ത്രി രാജിവെച്ചുവോ? എന്ത് നടപടി സ്വീകരിച്ചു? ഇപ്പോൾ അടുത്തുണ്ടായ ഷെയർ മാർക്കറ്റിലെ ചതി, അതിനെതിരെ ED അന്വേഷണം നടത്തിയോ? ഒന്ന് പുറകോട്ട് ചിന്തിക്കും. ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ ഇങ്ങോട്ടാണെന്ന തത്വം മറന്നു പോകരുത്. കേന്ദ്രത്തിൻ്റെ അഴിമതികൾക്കെതിരെ കണ്ണടക്കുകയും സ്വന്തം പാർട്ടിക്കാർ ചെയ്താൽ കുറ്റമല്ല എന്നും മറ്റുള്ളവർ ചെയ്താൽ കുറ്റമെന്നും കരുതുന്ന ഈ ഒരു സമീപനം മാറ്റിവെക്കേണ്ടതല്ലേ? അഴിമതി ആര് ചെയ്താലും അത് കുറ്റകരമാണ്. തീർച്ചയായും അഴിമതിക്കാരെ പുറത്താക്കണം. അവർ ശിക്ഷിക്കപ്പെടണം മാതൃകാപരമായി.